ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 10ഉം 11ഉം നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 36 പരശുരാമചരിതം ശ്ലോകം 10. താതോജ്ജീവനകൃന്നൃപാലകകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാഥ സമന്തപഞ്ചകമഹാരക്തഹ്രദൗഖേ പിതॄൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. താതോജ്ജീവനകൃത് നൃപാലക കുലം, അത് ചേർത്ത് ചൊല്ലുമ്പോൾ താതോജ്ജീവനകൃന്നൃപാലക കുലം അങ്ങനെ വരും. ജീവന എന്നുള്ളതിൻ്റെ ജാന്ന് ഡബിളായിട്ട് ഉണ്ട്. കൃത് നൃപാലക കുലം അതാണ് ചേർത്ത് ചൊല്ലുമ്പോൾ നൃപാലക എന്നുള്ളത് മെല്ലെ നൂന്നി പറയണം. എന്നുള്ളത് ത്രിസപ്ത കൃത്വോ, അത് ചേർത്ത് ചൊല്ലുമ്പോൾ ത്രിസപ്ത ചേർത്തിട്ട് ത്രിസപ്ത, ത്രി എന്ന് കഴിഞ്ഞിട്ട് വിസർഗം പറഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ സപ്തകൃത്വോ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സമന്ത പഞ്ചക മഹാരക്തഹ്രദൗഖേ, അതുവരെയും ഒന്നിച്ച് ചൊല്ലണം. രക്ത എന്നുള്ളതിൻ്റെ കാത്ത എന്നാണ്. ഹ്രദൗഖേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. പിതൃ എന്ന് കഴിഞ്ഞിട്ട് ഊ എന്നുള്ള ചിഹ്നം ഇട്ടിട്ടുണ്ട്. പിതൃ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. പിതൃന്ന് നീട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നത്, ഊന്ന് വരുന്നത്. പക്ഷെ അത് ഊന്ന് ഉച്ചരിക്കേണ്ട, പിതൃൻ അങ്ങനെ പറഞ്ഞാൽ മതി. യജ്ഞേ ക്ഷ്മാം അപി ചേർത്തിട്ട് ക്ഷ്മാം അപി, ക്ഷ്മ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, ക്ഷ എന്നുള്ളത്. കാശ്യപാദിഷു ദിശൻ സാൽവേന, സാൽവേന എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ സാൽവേന. യുധ്യൻ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുനഃ അവിടെ വിസർഗം, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. കൃഷ്ണ അമ്മും ചേർത്തെഴുതുമ്പോൾ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത്. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുമാരൈർഭവാൻ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ യുദ്ധാൽ നവ് എഴുതിയിട്ടുണ്ടാവുക, യുദ്ധാത് എന്നാണ് ഉച്ചരിക്കേണ്ടത്. താതോ ജീവനകൃന്നൃപാലക കുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാഥ സമന്ത പഞ്ചക മഹാരക്തഹ്രദൗഖേ പിതॄൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. അടുത്തത് 11ാമത്തെ ശ്ലോകം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈഃ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ന്യസ്യ അസ്ത്രാണി ചേർത്തിട്ട് ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപ, മഹേന്ദ്രഭൂഭൃതി തപ തന്വൻ ചേർത്തിട്ട് തപസ്തന്വൻ
മഹേന്ദ്ര ഭൂഭൃതി, ഭൂന്നും ഭൃന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തന്വൻ പുനർമജ്ജിതാം ചേർത്തിട്ട് പുനർമജ്ജിതാം ചേർത്തെഴുതുമ്പോൾ മാന്ന് ഡബിളായിട്ട് എഴുതണം, ജ എന്നുള്ളതും. ഗോകർണാവധി സാഗരേണ, ഗോകർണാവധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധരണീം ധ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദൃഷ്ട്വ അർത്ഥിത താപസൈ, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ദൃഷ്ട്വാർത്ഥിതസ്താപസൈ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം, അത് ഒന്നിച്ച് ചൊല്ലണം. ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധൃതാനലാസ്ത്ര എന്നുള്ളതിൻ്റെ ധൃന്ന് ഊന്നി പറയണം. സിന്ധും നാഥ എന്നാണ്, സിന്ധും എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സ്രുവക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരള ഭൃഗുപതേ, ചേർത്ത് ചൊല്ലുമ്പം സ്രുവക്ഷേപണാതുത്സാര്യോദ്ധൃത കേരളോ, ഇവിടെ ഉദ്ധൃത കേരളോ എന്നുള്ളതിൻ്റെ ധൃന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഉത്സാര്യോ എന്നുള്ളത് ത് സാന്ന് ചേർത്ത് ചൊല്ലണം, സാന്ന് ഉത്സാര്യോ. ഭൃഗുപതേ, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൃഗുപതേ. വാതേശ സംരക്ഷ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സംരക്ഷ മാം, അങ്ങനെ നിർത്താം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം, ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാതുത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപതേ. വാതേശ സംരക്ഷ മാം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.